നാലാമത്തെ സഭാവാർഷികത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ സുവിശേഷ കൺവെൻഷന് തുടക്കം കുറിക്കുവാനും അതിലേക്ക് പ്രവേശിക്കുവാനും സർവശക്തൻ്റെ ദൈവം 2025 എന്ന പുതുവർഷത്തിൻ്റെ ആരംഭ നാളുകൾ നമുക്ക് നൽകേണ്ടായി. ദൈവസ്നേഹത്തിൻ്റെ നിറവ് പൂർണ്ണതയോടുകൂടി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ഈ സുവിശേഷ കൺവെൻഷനിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്നേ ദിവസം വചന പ്രഘോഷണം നൽകുവാനായിട്ട് കടന്നു വരുവാൻ ഒരുങ്ങുന്നത് കുറ്ററ ലൂതറ സഭയിലെ റവറൻഡ് ജി സുനിലച്ചനാണ്. അച്ഛന് വൈകുന്നേരം ഒരു പ്രാർത്ഥനയുണ്ട് എന്നറിയിച്ച് പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ എത്തും എന്നുള്ളതിനാൽ ഇപ്പോൾ നാം പ്രാർത്ഥനയോടുകൂടെ ഈ സുവിശേഷ കൺവെൻഷൻ ആരംഭം കുറിക്കുകയാണ്. ഈ സുവിശേഷ കൺവെൻഷനിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഹാർദവമായി ദേവാലയത്തിലേക്ക്, ഈ കൺവെൻഷനിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഈ കൺവെൻഷന് നേതൃത്വം നൽകപ്പെടുന്ന ഈ കൺവെൻഷനെ സ്പോൺസർ ചെയ്യുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ഈ സമയം നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് പാടിയും, ഒരുമിച്ച് വായിച്ച്, ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ തന്നെ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ സുവിശേഷ കൺവെൻഷന് പ്രാരംഭം കുറിക്കാം. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കീർത്തന പുസ്തകത്തിൽ 48-ാമത്തെ കീർത്തനം, പുതിയ കീർത്തന പുസ്തകം 48, പഴയ കീർത്തന പുസ്തകം 506-ാമത്തെ കീർത്തനം ഗായക സംഘത്തോടൊപ്പം ചേർന്ന് ആലപിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം.
എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമക്കും. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമക്കും. എന്നുള്ളവനെ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. എന്നുള്ളവനെ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. തലക വണങ്ങാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, സിയോൻപുരം ലൂഥറ സഭയുടെ 94ാമത്തെ സഭാവാർഷികത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ സുവിശേഷ കൺവെൻഷൻ പ്രാരംഭം കുറിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തുതി. 2025 വർഷത്തിൻ്റെ ആരംഭ നാളുകൾ ദൈവകൃപയോടുകൂടി അനുഭവിച്ചറിയുവാൻ തക്കവിധം ദൈവം ഞങ്ങളെ സഹായിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഈ നാളുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. സ്തുതിയും നന്ദിയും കരയറ്റുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാരുടേതായ പരിചരണം ദൈവകൃപയാൽ ഞങ്ങൾക്ക് നൽകുകയാൽ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഒരു പകൽ മുഴുവനും അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. പകലിൻ്റെതായ നന്മകൾ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കൃപയുണ്ടായി. ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ അധ്വാനങ്ങളിൽ, ഞങ്ങളുടെ യാത്രകളിലൊക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഇടപെടൽ നൽകുകയും അവിടുത്തെ പരിപാലനം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ പകൽ മുഴുവനും ജീവിപ്പാൻ ദൈവം അനുവാദം നൽകിയതിനായി സ്തുതി. ഞങ്ങൾക്കൊരുമിച്ച് കുടുംബമായി ദൈവത്തിൻ്റെ മക്കളായി ഈ ദൈവാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കവിധം കൃപയുണ്ടായതിനായി സ്തോത്രം അർപ്പിക്കുന്നു. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമയോടുകൂടെ വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരം എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ നാഥ, മനോഹരം നിറയപ്പെട്ട ഈ അനുഭവത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ തക്കവിധം ദൈവികമായി ഇടപെടൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം കരയറ്റുന്നു. ഈ സുവിശേഷ കൺവെൻഷനെ കർത്താവിൻ്റെ തൃക്കരയിൽ സമർപ്പിക്കട്ടെ. ആദ്യാവസാനം അവിടുന്ന് കൂടെ ഇരിക്കണമേ. ദൈവജയമാവുന്ന മഹത്വം ഒരിക്കൽ കൂടെ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെയും വചനം പ്രഘോഷണം ചെയ്യുവാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത് അയക്കുന്ന പ്രിയ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന യാത്രയിൽ അവിടുന്ന് കൂടെയിരിക്കണമേ. ഞങ്ങളോടൊപ്പം ഒന്നിച്ച് വചനം പങ്കുവയ്ക്കുവാൻ തക്കവിധം ആത്മീക കൃപ അച്ഛൻ അവിടുന്ന് പകർന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന ഈ സുവിശേഷ കൺവെൻഷൻ്റെ അവസാന ഭാഗം വരെയും ദൈവികമായ ഇടപെടൽ പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. വന്നുപോയ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. വീണ്ടെടുക്കുന്ന നാഥൻ്റെ സ്നേഹം ഈ രാത്രിയിൽ ഈ ദേവാലയത്തിലും പരിസരങ്ങളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കിരിക്കാം. തുടർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി ഗായിക സക്കരം മറ്റൊരു ഗാനം ആലപിക്കുന്നത് ആണ്.
ഒരു തിരുവചന വേദഭാഗം നമുക്ക് ഈ സമയം വായിച്ച് കേൾക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. വിശുദ്ധ മർക്കോസ് 5-ാമത്തെ അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യന് കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമിയൊടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടുക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിനോ ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ടു കൂട്ടം കടുംതൂക്കത്തുള്ള കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നു. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു. ആമേൻ. ഇവിടെ വിശുദ്ധ തിരുവചന വേദഭാഗം നാം വായിച്ചു കേട്ടും തുടർന്ന് പ്രോഗ്രാം അനുസരിച്ച് സ്വാഗതം ആശംസിക്കുന്നതാണ്. സ്വാഗതം ആശംസിക്കുവാൻ സഭാ പ്രസിഡന്റ് ശ്രീ രാജേഷ് അവരുകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ 94ാമത്തെ സുവിശേഷ കൺവെൻഷനാണ് ഇന്ന് ദേവാലയത്തിൽ നടത്തപ്പെടുന്നത്. ഈ സുവിശേഷ കൺവെൻഷൻ അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 3 കുടുംബങ്ങളാണ്. മൈലേക്കോണം സ്വദേശികളായിരിക്കുന്ന സജികുമാർ, ബിനുകുമാർ, അജികുമാർ എന്നീ 3 കുടുംബങ്ങളാണ് ഈ സുവിശേഷ കൺവെൻഷൻ സംഭാവനയായി നേർന്നിരിക്കുന്നത്. ഈ സുവിശേഷ കൺവെൻഷൻ്റെ അനുഗ്രഹീതമായ നടത്തിപ്പിന് വേണ്ടി നാം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിക്കേണ്ടായി. പ്രാർത്ഥനയുടെ അനുഗ്രഹത്തോടുകൂടെ ഈ സുവിശേഷ കൺവെൻഷൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാം ഇന്ന് മുതൽ പ്രവേശിക്കുകയാണ്. ഇന്ന് മുതൽ പ്രവേശിക്കുന്ന ഈ സുവിശേഷ കൺവെൻഷൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ സുവിശേഷ കൺവെൻഷനിൽ മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് നമ്മുടെ മധ്യയായിരിക്കുന്നത് കുറ്ററൽ ലൂതറ സഭയിലെ വികാരി അച്ഛൻ റവറൻഡ് ജീസുൻ അച്ഛനാണ്. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒരു സംഗീത സംവിധായകൻ, ഗായകൻ, രചയിതാവ് എന്നീ നിലകളിലൊക്കെ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ ഗാനങ്ങൾക്ക് ഈണം പകർന്ന് അത് നമ്മുടെ സഭകളിലും വിശ്വാസ സമൂഹത്തിലൊക്കെ എത്തിക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ സാധിക്കുകയുണ്ടായി. അച്ഛൻ്റെ ആ കഴിവ്, ദൈവം കൊടുത്ത താലന്ത് 100, 60, 30 മേനിയെ തുടർന്നും പ്രയോജനപ്പെടുത്തിയെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷണിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടു കൂടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. അല്പം വൈകിട്ട് അച്ഛന് വൈകുന്നേരം ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അല്പം വൈകിട്ടാണെങ്കിലും അച്ഛൻ നമ്മുടെ മധ്യയുണ്ട്. അച്ഛന് ഈ സുവിശേഷ കൺവെൻഷനിലേക്ക് സഭയുടെയും സഭാ കുടുംബങ്ങളുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. തുടർന്ന് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഈ ശുശ്രൂഷ ഗാനങ്ങൾ കൊണ്ട് മനോഹരമാക്കി തീർക്കപ്പെടുന്ന നമ്മുടെ ഗായിക സംഘത്തിനാണ്.
നേതൃത്വം നൽകപ്പെടുന്ന പ്രിയപ്പെട്ടവർ, വാദ്യോപകരണങ്ങൾ വായിക്കുന്ന പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ നാളുകളിൽ വളരെ സജീവമായി പരിശീലനത്തിൽ പങ്കുചേർന്ന് ആ സജീവതയോടുകൂടെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഗാനങ്ങൾക്ക് അവർ നേതൃത്വം നൽകി വരുന്നുണ്ട്. പ്രിയപ്പെട്ട കൊയർ അംഗങ്ങളെയും ഈ സുവിശേഷ കൺവെൻഷനിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്വാഗതം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് സ്വാഗതം അറിയിക്കേണ്ടത് നമ്മുടെ സഭയ്ക്കാണ്. ചുവരില്ല എങ്കിൽ ചിത്രം എഴുതുവാനായിട്ട് കഴിയത്തില്ല എന്നൊരു ചൊല്ലുണ്ട്. ചുവരുണ്ട് എങ്കിൽ മാത്രമേ നമുക്കവിടെ ചിത്രം വരയ്ക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങളുണ്ട് എങ്കിൽ മാത്രമേ സഭയുള്ളൂ, സഭ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുള്ളൂ. അങ്ങനെ പരസ്പരമുള്ള ഒരു ബന്ധത്തിൻ്റെ അനുഭവത്തിലാണ് ഈ നാളുകളിൽ ഈ സഭയും വിശ്വാസം മുഖേപ്പിക്കൊണ്ടിരിക്കുന്നത്. 94 വർഷം ഈ സഭയുടെ എല്ലാ ആത്മീക പരിപോഷണത്തിന് നേതൃത്വം നൽകിയ വൈദികരാണെങ്കിലും അവരോടൊപ്പം ചേർന്ന് ആത്മീകതയെ സഭയെ സ്വയം ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്, സ്വയം ഒന്ന് ഉയർത്തപ്പെട്ടത് വിശ്വാസ സമൂഹം തന്നെയാണ്. കഴിഞ്ഞ നാളുകളിലെ എല്ലാ ശുശ്രൂഷകളിലും സജീവമായ സാന്നിധ്യം ഓരോ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നൊക്കെ ഉണ്ടായി. ഇന്നും അത്തരത്തിലുള്ള സജീവ സാന്നിധ്യം ആ ഓരോ കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സുവിശേഷ കൺവെൻഷൻ അതിമനോഹരമാക്കി തീർക്കുവാൻ, വചനം കേൾക്കുവാൻ കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ കൺവെൻഷൻ യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് സ്വാഗതം അറിയിക്കേണ്ടത് നമുക്കിന്ന് ശബ്ദം വെളിച്ചം ക്രമീകരിച്ച് നൽകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കാണ്. വളരെ മനോഹരമായ നാളുകൾ തന്നെ കഴിഞ്ഞ നാളുകളിൽ അവരുടെ ശബ്ദവും വെളിച്ചവും നമുക്ക് ക്രമീകരിച്ച് നൽകേണ്ടായി. അനുഗ്രഹീതമാകുന്ന ശുശ്രൂഷ ചെയ്തു വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഭയുടെ പേരിലുള്ള സ്വാഗതം ഈ സുവിശേഷ കൺവെൻഷനിലേക്ക് ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ശബ്ദപരിധികളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അടുത്ത കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അധ്യക്ഷ പ്രസംഗം ആണ്. അധ്യക്ഷ പ്രസംഗം എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഞാൻ പറഞ്ഞൊരു വാക്ക് തന്നെയാണ്. അത് ഒരു അധിക പ്രസംഗമായി പലപ്പോഴും മാറാറുണ്ട്. കാരണം സുവിശേഷ കൺവെൻഷൻ നാം ഇവിടെ വന്നത് വചനം കേൾക്കുവാനായിട്ട് ഒരു പ്രാസംഗികനുണ്ടാകും. ആ പ്രാസംഗികന് കിട്ടുന്ന 1 മണിക്കൂർ കിട്ടുന്ന വചന ശുശ്രൂഷയാണ്. അത് അനുഭവിക്കുവാനായിട്ടാണ് നാം ഈ ദേവാലയത്തിൽ വന്നത്. എങ്കിലും ഈ 94ാമത്തെ സഭാവാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സുവിശേഷ കൺവെൻഷനിൽ ഒരു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിച്ചിട്ടൊരു വേദഭാഗമുണ്ട്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 15 വരെ. അതിന് 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് ഇരിക്കുന്നത് കണ്ടു. ലഗ്യോൻ ബാധിക്കപ്പെട്ട മനുഷ്യൻ, അവനെക്കുറിച്ച് പറയുന്നത് ഭൂതഗ്രസ്തൻ എന്നാണ്, ഭൂതം ബാധിക്കപ്പെട്ട മനുഷ്യൻ എന്നാണ്. ആ മനുഷ്യൻ സുബോധം പൂണ്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പം ഇവിടെ 2 അവസ്ഥകൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് സുബോധം ഇല്ലാത്ത ഒരവസ്ഥ, 2 സുബോധത്തിലേക്ക് വരുന്നൊരവസ്ഥ. സുബോധമില്ലാത്ത ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് തൊട്ട് മുൻപുള്ള വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. 5 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, അവൻ സുബോധമില്ലാത്തപ്പോൾ അവൻ്റെ താമസം എന്ന് പറയുന്ന കല്ലറകളിലായി. കല്ലറകളിൽ താമസിക്കുന്നത് ഇടയ്ക്കൊരു പ്രസംഗത്തെ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടായി. കല്ലറകളിൽ താമസിക്കുന്ന ജീവനില്ലാത്തവരാണ്, മരിച്ചുപോയത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മരിച്ചതിന് തുല്യമാണ്. അപ്പോൾ അവൻ സുബോധം നഷ്ടപ്പോൾ അവൻ്റെ താമസം കല്ലറകളിൽ ആയിരുന്നു. 2, അവൻ്റെതായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നതാണ്. അവനൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നൊരു സുബോധം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയത് സ്വാതന്ത്ര്യം, സമൂഹത്തിലേക്ക് വരുവാനുള്ള സ്വാതന്ത്ര്യം, വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവരോടുകൂടി ഇടപെടുവാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ പൂർണ്ണമായി അവന് നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. 3ാമത് കാണുവാൻ കഴിയുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി എന്നാണ്. നിയന്ത്രണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോരുന്നവരാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് പറയണം നമുക്കറിയില്ല, എന്ത് പ്രവർത്തിക്കണമെന്ന് നമുക്കറിയില്ല, എന്ത് ചിന്തിക്കണമെന്ന് നമുക്കറിയില്ല, എങ്ങനെ ജീവിക്കണം എന്നറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിലാണ് ഈ മനുഷ്യൻ 3ാമത് കടന്നു പോകുന്നത്. അവൻ്റെതായ നിയന്ത്രണം അവന് നഷ്ടപ്പെട്ട് പോകുകയും ചെയ്യുന്നുണ്ട്. അവന് ശരിയായ ദിശയിലേക്ക് നടക്കുവാനായിട്ട് കഴിയുന്നില്ല, ശരിയായ താമസ സൗകര്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല, ശരിയായ ഇടങ്ങളിലേക്ക് ചേക്കേറുവാനായിട്ട് അവന് കഴിയുന്നില്ല. അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ടവനായിട്ട് അവൻ അങ്ങനെ ജീവിക്കുകയാണ്. 4ാമതായി
സുബോധം നഷ്ടപ്പെട്ട മനുഷ്യനിൽ കാണുവാൻ കഴിയുന്നത് അവൻ സ്വയം വേദനിപ്പിക്കുന്നവനായി മാറുകയാണ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? കല്ലുകൾ കൊണ്ട് അവൻ്റെ ശരീരത്തെ മുറിപ്പെടുത്തിയെന്ന്. അവൻ ശരീരത്തെ സ്വയം വേദനിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി ജീവിച്ചവനാണ് ഈ സുബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. അവസാനമായി 5-ാമതായി പറയുന്നുണ്ട്, അവൻ അവൻ്റെ പേര് പോലും മറന്നുപോയി എന്നാണ്. പേര് പോലും ഓർത്തെടുക്കുവാനായിട്ട് അവന് കഴിയില്ല. ഇവനോട് ചോദിക്കണം, നീ ആര്? അവൻ തന്നെ പറയുന്നുണ്ട്, ലഗ്യോൻ എന്നാണ് പറയുന്നത്. അവനിലുണ്ടായിരുന്ന ആത്മാവ്, ദുരാത്മാവാണ് ഈ ഒരു പേര് പറയുന്നത്, ലഗ്യോൻ. അപ്പം അവൻ്റെ പേര് പോലും മറന്നു പോകുന്ന പേരെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് ആണ് പേര്. ഷൈൻലാൽ എന്ന് പറയുമ്പോൾ ആ ഷൈൻലാലിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഒരു മനുഷ്യൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യന് അവൻ്റെ പേര് ഓർത്തെടുക്കുവാനായിട്ട് കഴിയുന്നില്ല. അവൻ പറഞ്ഞ പേര് ഭൂതം ബാധിക്കപ്പെട്ട അവസ്ഥയിൽ ലഗ്യോൻ എന്നാണ്. ഒന്നിൽ കൂടുതൽ ഭൂതങ്ങൾ തന്നിലുണ്ട്. ആ ഒന്നിൽ കൂടുതൽ ഭൂതങ്ങൾ ബാധിക്കപ്പെടുന്ന മനുഷ്യനെ വിളിക്കുന്ന പദമാണ് ലഗ്യോൻ എന്ന് പറയപ്പെടുന്നത്. ഈ മനുഷ്യൻ അവൻ പേര് പോലും മറന്നു. അപ്പോൾ ഇതാണ് സുബോധം നഷ്ടമായി പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. 94 വർഷത്തിലേക്ക് നാം പ്രവേശിച്ചു, സഭയായിട്ട് നാം പ്രവേശിച്ചു. 2025 എന്ന അനുഗ്രഹീതമായ വർഷത്തിലേക്ക് പ്രവേശിച്ചു. നമുക്ക് യഥാർത്ഥത്തിൽ സുബോധം ഉണ്ടോ? ഈ 5 കാര്യങ്ങളൊക്കെ ഇവിടെ പറയുമ്പോൾ നമ്മുടെ താമസം ശരിയായ ഇടങ്ങളിലാണ്, ജീവിക്കുന്നതിൻ്റെ ഇടങ്ങളിലാണ്, ജീവിക്കുന്നവരുടെ ഇടയിലാണോ ഞാൻ നിങ്ങളൊക്കെ താമസിക്കുന്നത്? നമുക്ക് സത്യത സ്വാതന്ത്ര്യം ഉണ്ടോ? പലപ്പോഴും ചില നിയമങ്ങളുടെ ചട്ടങ്ങളിലും ചില നിയമങ്ങളുടെ അതിർവരമ്പുകളിലൊക്കെയാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുക. സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. പലപ്പോഴും കഴിയുന്നില്ല. എനിക്ക് എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല, നിനക്ക് നിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല. അവിടെയാണ് സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സ്വയം വേദനിപ്പിക്കുക. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് മനുഷ്യർ ശരീരങ്ങളെ വേദനിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളൊക്കെ സ്വയം വേദനിപ്പിക്കുക, ആത്മാവിനെ വേദനിപ്പിക്കുകയാണ്, എൻ്റെ ജീവനെ വേദനിപ്പിക്കുകയാണ്. അതിന് കാരണം എന്താണ്? എന്നിലെ സുബോധം എനിക്ക് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, അവിടെയാണ് ഞാനൊന്ന് സ്വയം വേദനിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. പേര് പോലും പറയുവാൻ മറന്നു പോകുന്ന സുബോധം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നമ്മളുണ്ട് എന്നത് നമുക്കൊരിക്കലും ത്യജിച്ച് കളയുവാൻ കഴിയും. ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നമുക്കുണ്ട്, ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ശരിയായ സുബോധം പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൽ കാണുവാൻ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ. രണ്ടാമത് ഇവിടെ കാണുവാൻ കഴിയുന്നത് അവൻ സുബോധം വന്നവനായി തീർന്നു എന്നാണ്. 15-ാമത്തെ വാക്യത്തെ പറയുന്നതാണ്, മനുഷ്യൻ നോക്കുമ്പോൾ ലഗ്യോൻ ബാധിച്ച് ബോധഗ്രസ്തം ബാധിച്ച മനുഷ്യൻ സുബോധം പൂണ്ട് ഇരിക്കുന്നത് കണ്ടു. സമൂഹം സുബോധം നഷ്ടപ്പെട്ടവനായി കണ്ടവനെ ഇപ്പോൾ കാണുന്നത് സുബോധമുള്ളവനായിട്ടാണ്. അപ്പോൾ ഈ സുബോധമുള്ളവനായിട്ട് കാണുന്നത് എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ ഇടപെടൽ അവനിൽ ഉണ്ടായപ്പോഴാണ്. ക്രിസ്തുവിൻ്റെ ഒരു ഇടപെടൽ അവനുണ്ടായി. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചു. ക്രിസ്തു അവനോട് കൂടെ സംസാരിച്ചു. ക്രിസ്തു അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. കല്ലറകളിലായിരുന്നവൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്നപ്പോഴാണ് അവൻ ശരിയായ സുബോധം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സുബോധം ഉള്ള ഒരു മനുഷ്യനായിട്ട് അവൻ മാറുകയും ചെയ്യുന്നു. അപ്പോൾ സുബോധം വന്നപ്പോൾ ആ മനുഷ്യൻ എന്താ ചെയ്തത്? തുടർന്ന് 18-ാമത്തെ വാക്യം എന്ന് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തൻ ആയവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ സുബോധം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശരിയായ ബോധം അവൻ വീണ്ടെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ. യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാനുള്ള അനുവാദം അവൻ ചോദിച്ചു വാങ്ങി എന്നാണ്. യേശു അവിടെ അവൻ അനുവാദം കൊടുത്തില്ല. യേശു പറയുന്നത്, നീ നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത്, നീ നിൻ്റെ സമൂഹത്തിലേക്ക് പോകാമെന്ന് പറയുന്നത്, നിനക്ക് ചെയ്ത ഉപകാരത്തെ നീ പ്രഘോഷിക്കുക എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സുബോധം നഷ്ടപ്പെട്ടവരെ ജീവിക്കുക എന്നതല്ല നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തം. സുബോധം ഉള്ളവരായി ജീവിക്കുക. സുബോധം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയുക, കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയുക, കർത്താവിനെ കേൾക്കുവാനായിട്ട് കഴിയുക, കർത്താവിനെ രുചിച്ചറിയുവാനായിട്ട് കഴിയുക. സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് സുബോധം പൂർണ്ണമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇന്നിൻ്റെ
ഈ തിരുവചന ഭാഗം, ഇന്ന് കേൾക്കുവാനിരിക്കുന്ന തിരുവചനം, തുടർന്നുള്ള 2 നാളിൽ കേൾക്കുവാനിരിക്കുന്ന തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ഒരു സുബോധം നൽകുന്ന ഒരു അനുഭവമായി തീരട്ടെ. കർത്താവിൻ്റെ അടുക്കൽ വന്നൊരു മനുഷ്യൻ, ന്യായശാസ്ത്രി, അവന് നിത്യജീവൻ പ്രാപിക്കുവാൻ വന്നതാണ്. അവന് സുബോധം നഷ്ടപ്പെട്ട് വന്നവനായിരുന്നു. ആ ഒരു വേദഭാവം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ സുബോധം നഷ്ടപ്പെട്ടവനാണ്. ആ സുബോധം നഷ്ടപ്പെട്ടവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് അവനൊരു സുബോധത്തിൻ്റെ അനുഭവത്തെ ഉണർത്തിച്ചു കൊടുക്കുകയാണ്. അവൻ്റെ കുറവ്, അവൻ്റെ ബോധമില്ലാത്ത അവസ്ഥയിൽ അവൻ്റെ കുറവിനെ തിരിച്ചറിയുവാൻ അവനെ സഹായിച്ചപ്പോൾ അത് അംഗീകരിക്കുവാൻ കഴിയാതെ മടങ്ങിപ്പോവുകയാണ്. അവിടെയും അവൻ സുബോധം നഷ്ടപ്പെട്ടവനാണ്. കർത്താവ് പറയണേ, നീ എൻ്റെ പിന്നാലെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം നഷ്ടമാക്ക്, നിനക്കുള്ളതെല്ലാം വിട്ടുകളക, ത്യജിച്ച് കളക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്നത് സുബോധമുള്ള ഒരു മനുഷ്യന് ലഭ്യമാകുന്ന ഒരു അനുഗ്രഹമാണ്. ഈ ബോധഗ്രസ്തം ബാധിക്കപ്പെട്ട മനുഷ്യൻ, ലഗ്യോൻ ബാധിക്കപ്പെട്ട മനുഷ്യൻ സുബോധം പൂണ്ടിരിക്കുന്നതായി കണ്ടപ്പോൾ, അനുഭവിച്ചപ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ യാത്ര ചെയ്തു. പ്രിയപ്പെട്ടവരെ, വചനം സുബോധമുള്ളവരാക്കി നമ്മെ തീർക്കട്ടെ. എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എന്നിങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇടപെടണം, ഏത് രീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കണം എന്നുള്ള ശരിയായ സുബോധം ഉള്ള ദൈവത്തിൻ്റെ ജനതയായിട്ട് നമുക്ക് വളരുവാൻ, ജീവിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. സകലബുദ്ധിയും കവിയും ദിവസമാതാന ഹൃദയങ്ങൾ ഇതിനെ വിളയും തുടർന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് സ്തോത്രകാഴ്ച സമർപ്പിക്കുവാനുള്ള സമയം, സ്തോത്രകാഴ്ച സമർപ്പിക്കാനുള്ള ഗാനം ആലപിക്കുന്ന സമയം. നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് സ്തോത്രകാഴ്ചയുള്ള കാണിക്ക വഞ്ചിയുമായി വരും. അതിൽ നിങ്ങൾ സ്തോത്രകാഴ്ചയിട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എഴുന്നേറ്റ് ഈ ഗാനത്തോടുകൂടെ പങ്കുചേരാം.